Hello, welcome back our day 3 of magic practice. So this is me Jasiraj and mind and transformational coach. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം ആണ് കേട്ടോ. 2 ദിവസം നിങ്ങൾ കറക്റ്റ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയാൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഡേ 1 ഡേ 2 നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ഡേ 3. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ മാജിക്കൽ റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്സിൽ മാജിക്സ് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? നമ്മൾ ഭയങ്കര ആർട്ടിസ്റ്റാണ്, പെയിൻറ് ചെയ്യുന്നൊക്കെ ഒരാളാണ്. നമ്മൾ ആർക്ക് വേണ്ടി, ആരും ഇവിടെ കാണാനില്ലാണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈവൻ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പോലും ചിന്തിക്കുന്നത് ഇതുപോലത്തെ ആളുകൾ നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളെന്താക്കും, ഈ നമ്മുടെ റിലേഷൻഷിപ്സിലൊക്കെ നമ്മൾ അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ്സ്, ഗ്രേറ്റ്ഫുൾനെസ് തിരഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ അവരുടെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ കംപ്ലയിൻസ് ആണ് കൂടുതൽ കാണുക. കംപ്ലയിൻസ് കൂടുതൽ കണ്ടാൽ എന്താണ്, അവിടെ ഇഷ്യൂസ് വരും, പ്രശ്നങ്ങൾ വരും, പല രീതിയിലുള്ള ഇഷ്യൂസ് വന്ന് ഇനിയിപ്പോൾ പാർട്ട്ണർഷിപ്പിലൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂസിലോട്ട് പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ റിലേഷൻഷിപ്സിൽ ഇത് എങ്ങനത്തെ രീതിയിലൊക്കെ മാജിക്സ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇവിടെ ചെയ്യാനുള്ളത് നാളെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക, പ്രിപ്പറേഷൻ ഉണ്ട്. പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരെ ഫോട്ടോസ് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. ആ മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ വൈഫ് ആവാം, മകനാവാം, മകൻ ആരും ആയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വാല്യൂ കൊടുക്കുന്ന 3 പേരുടെ ഫോട്ടോസ് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഫോട്ടോസ് കളക്ട് ചെയ്യാൻ ഒരു നിർവാഹം ഇല്ലെങ്കിൽ മാത്രം മാക്സിമം ഫോട്ടോസ് കളക്ട് ചെയ്യാനാണ് പറയുക. അതാണ് കുറച്ചും കൂടെ ഫീൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യൂട്യൂബ് ഇത് നിവർത്തിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോരുത്തരെ എടുക്കുക. 3 പേരെയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതുന്നത്. 3 പേരെ എടുക്കുക, എന്നിട്ട് ഒരാളെ എടുക്കുക. ഒരാളെ എടുത്ത് ആളോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മദർ, ഉമ്മക്കാണ്, നിങ്ങളുടെ പാരൻറ്റിനാണ് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നു. ഐ എം റിയലി താങ്ക്ഫുൾ മൈ മദർ ബിക്കോസ്, കാരണം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിക്കോസ് എന്നെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഫുഡ് കാര്യങ്ങളെ ഒക്കെ തന്ന് സഹായിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. അങ്ങനെ ഓരോ കാര്യം നിങ്ങൾ എന്തിനാണ് ആ ഒരു വ്യക്തിയോട് ഗ്രേറ്റ്ഫുൾ ആവുന്നത് എന്നുള്ളത് ഒരു 5 എണ്ണം എഴുതാം. 3 പേർക്ക് 5 എണ്ണം വീതം. ഓക്കെ, ഇനി ഫാദർ, മദർ, നിങ്ങളുടെ പാർട്ട്ണർ, ഇങ്ങനെ 3 പേരാണെങ്കിൽ ഓരോരുത്തർക്കും 5 പോയിന്റ് വീതം എഴുതി വെക്കുക എന്നുള്ളത് ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഫോട്ടോ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം ഒരാളെ എടുക്കുന്ന സമയത്ത്. പിന്നെ അടുത്ത ആൾ അടുത്ത ഫോട്ടോ ഉണ്ടാവും. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോട്ടോസ് നിങ്ങൾ ജോബിന് പോകുന്നവരായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഇടയ്ക്ക് പോവുകയാണെങ്കിലും ഈ ഫോട്ടോസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ദിവസത്തിൽ നിങ്ങളൊരു കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും ഈ ഫോട്ടോസ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുക അവരോട്. ഇനിയിപ്പോൾ എല്ലാവരും കാണുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലെങ്കിലും അവരോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ ഇരുന്ന് എഴുതിയല്ലോ, ആ എഴുതിയൊക്കെ നിങ്ങൾ മനസ്സിലും ഉണ്ടാവും. ഒരു ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കും, താങ്ക് യു സോ മച്ച്, എൻ്റെ ലൈഫിൽ ഉണ്ടായതിന് ചെയ്തതിന് താങ്ക് യു സോ. ആ 5 കാര്യം നിങ്ങൾക്ക് എഴുതിയത് എന്തായാലും നിങ്ങൾ മനസ്സിലാവുന്നത് അതന്നെ എടുത്ത് പറഞ്ഞിട്ട് അവരോട് സംസാരിച്ചാൽ മതി. മിനിമം 3 ടൈമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോണിലെടുക്കാൻ പറഞ്ഞല്ലോ, ഫോണിൽ മേ ബി നിങ്ങൾക്ക് അതൊരു കൊളാജ് ആക്കാം, 3 പേരെ ഒരുമിച്ച് കിട്ടുന്ന ഒരു കൊളാജ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് വാൾപേപ്പർ ആക്കിയിട്ട് വയ്ക്കാം. പിന്നെ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് അവരെ കാണുമല്ലോ, അപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇതാണ് നമ്മൾ മാജിക്കൽ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഞാൻ ഒരു പോയിന്റ് വൈസായിട്ട് ഡേ 3 നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പോയിന്റ് വൈസായിട്ട് നമ്മൾ ഡേ 1 പറഞ്ഞ 10 ബ്ലെസ്സിങ്സ് നിങ്ങൾ എഴുതുക. അത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് അത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് താങ്ക്സ് പറയുക. ആൻഡ് രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള 3 പേരുടെ ഫോട്ടോസ് നിങ്ങൾ കളക്ട് ചെയ്യുക. ഫോട്ടോസ് കളക്ട് ചെയ്തിട്ടും ഓരോരുത്തരുടെ ഫോട്ടോസ് എടുത്തിട്ടും അവരിൽ നിങ്ങൾ എങ്ങനത്തെ രീതിയിലാണ് ഗ്രേറ്റ്ഫുൾ ആകുന്നത്, ഒരു 5 പോയിന്റ്സ് എന്തിനൊക്കെയാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയത് എന്നുള്ളത് എഴുതി വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, നിങ്ങൾ 3 ഒക്കേഷനിലായിട്ട് ഇത് നിങ്ങളുടെ ഈ ഫോട്ടോസ് നിങ്ങളുടെ കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ വാൾപേപ്പർ ആക്കി വെക്കുക. എന്നിട്ട് ഒരു 3 സന്ദർഭങ്ങളിലാക്കിയിട്ട് ഒക്കേഷനിലാക്കിയിട്ട് ഈ ഫോട്ടോസ് എടുക്കുക. ഇവരോട് സംസാരിക്കുക. താങ്ക് യു സോ മച്ച് എൻ്റെ ലൈഫിൽ വന്നതിന്, ഇന്ന കാര്യം ചെയ്തു തന്നു, താങ്ക് യു സോ മച്ച് എന്നുള്ള ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എടുക്കുള്ളൂ. 5 മിനിറ്റ്സും വേണ്ടില്ല, 2-3 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ ഈ ഒരു കാര്യത്തിന്. അത് കഴിഞ്ഞ് പിന്നെന്താണ്, നമ്മുടെ ഡേ 2 നമ്മൾ പറഞ്ഞ മാജിക് റോക്ക് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ നേരത്ത് അത് പിടിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഡേ ത്രൂ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ ഫീൽ ചെയ്തിട്ട് ആ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡേ 3 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ട് എല്ലാതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് കാണാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഡയറക്റ്റ്ലി ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പും അവൈലബിൾ ആണ്. സോ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, നെക്സ്റ്റ് ഡേത്തെ പ്രാക്ടീസുമായിട്ട്. ഓക്കെ, ബൈ.